കേരള പോലീസിന്റെ അന്വേഷണ മികവ് എടുത്തു പറയേണ്ടതാണ്. സംഘടനാ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നാൽ പോലീസിന് നീതിയുക്തമായി പ്രവർത്തിക്കാൻ കഴിയും. നിർഭാഗ്യവശാൽ പലപ്പോഴും അത് നടക്കാറില്ല എന്ന് മാത്രം. ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് വഴിവിട്ട പലതും ചെയ്യേണ്ടി വരുമ്പോൾ പഴി കേൾക്കുന്നത് പോലീസ് മാത്രമായിരിക്കും. അതങ്ങനെയാണ്. നമ്മുടെ പോലീസ് സംവിധാനത്തെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ അത്തരത്തിൽ മാറ്റിയിരിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ പിടികൂടുന്നത് ജീവൻ പോലും അപകടത്തിലാക്കുന്നതാണ്. പക്ഷേ അവിടെയും കേരള പോലീസിലെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പലവട്ടം. അന്യ സംസ്ഥാനങ്ങളിൽ പോലീസും കള്ളനും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അത് കേസന്വേഷണത്തിന് പലപ്പോഴും വെല്ലുവിളിയാകാറുമുണ്ട്. മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിനടുത്തുള്ള മൊബൈൽ ഫോൺ ഷോപ്പിന്റെ പിൻവശത്തുള്ള വാതിൽ തകർത്ത് 2 ലക്ഷം രൂപ വില വരുന്ന 45 മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്യപ്പെട്ടു. സംഭവം നടക്കുന്നത് 2018-ലാണ്. അതിന് ദിവസങ്ങൾക്ക് ശേഷം കച്ചേരി താഴത്തുള്ള മറ്റൊരു കടയിൽ നിന്ന് 5 ലക്ഷത്തിലധികം വിലയുള്ള 55 ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടു. ഇതോടെ മൂവാറ്റുപുഴ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം രംഗത്തിറങ്ങി. അവർ അന്വേഷണം ആരംഭിച്ചു. പ്രിൻസിപ്പൽ SI A. അനൂപിന്റെ നേതൃത്വത്തിൽ SI-മാരായ AK വിജയൻ, ASI KK രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ VI സുരേഷ്, അബ്ദുൾ റസാഖ്, അനിൽ അഗസ്റ്റിൻ, ബിജു അഭിലാഷ്, ദിലീപ് എന്നിവരായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കച്ചേരി താഴത്തെ കടയിൽ മോഷണം നടത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. മോഷണം പോയ മൊബൈൽ ഫോണുകളുടെ IMEI നമ്പറുകൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ഫോണുകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ ചില ഫോണുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പോലീസ് ആ ഫോണുകളിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡുകളുടെ ഉടമകളുടെ മേൽവിലാസം കണ്ടെത്തി. 15ഓളം ഫോണുകളുടെ ടവർ ലൊക്കേഷൻ പശ്ചിമ ബംഗാളിലെ ജൗരിയ എന്ന സ്ഥലത്താണ്. 10 ദിവസങ്ങൾ നീണ്ടുനിന്ന കേസന്വേഷണത്തിന്റെ തുടക്കമായിരുന്നു അത്. കൊൽക്കത്തയിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരമുണ്ട് ജൗരിയ എന്ന സ്ഥലത്തേക്ക്. കള്ളന്മാരുടെ ഗ്രാമമാണത്. കള്ളന്മാർക്കായി പ്രത്യേക പരിശീലന കേന്ദ്രവും മോഷണം മുതൽ വിൽക്കാനുള്ള കടകളുമൊക്കെ ആ ഗ്രാമത്തിലുണ്ട്. ജൗരിയ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനുമായി കേരള പോലീസ് ബന്ധപ്പെട്ടു. പക്ഷേ അവർക്ക് സഹകരിക്കാനുള്ള താല്പര്യമില്ല. ജൗരിയയിലേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ലെന്നായിരുന്നു അവരുടെ ഉപദേശം. അവിടുത്തെ പോലീസിൽ നിന്ന് സഹായം കിട്ടില്ലെന്ന് മനസ്സിലായതോടെ ആ സിം കാർഡുകളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. കേരള പോലീസ് കള്ളന്മാരെ പിടിക്കാനെത്തിയെന്ന വാർത്ത കാട്ടുതീ പോലെ ജൗരിയയിലും തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുമൊക്കെ പടർന്നു. ഇതോടെ പല ഫോണുകളും സ്വിച്ച് ഓഫായി. അവിടുത്തെ പോലീസിൽ നിന്ന് തന്നെയാണ് കള്ളന്മാർക്ക് വിവരം ചോർന്നു കിട്ടിയത്. മോഷണം പോയ ഒരു മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഗ്രാമത്തിൽ നിന്ന് കുറച്ചു മാറിയുള്ള പോലീസ് സ്റ്റേഷൻ അടുത്തായിരുന്നു. അങ്ങനെ കേരള പോലീസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെത്തി. കാര്യം പറഞ്ഞപ്പോൾ ആ ഫോൺ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു പോലീസുകാരൻ്റെ കയ്യിലുണ്ടെന്നായിരുന്നു മറുപടി. അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് താൻ ഈ ഫോൺ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരാളിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ അയാളുടെ പേരോ അയാൾ ആരെന്നോ എനിക്കറിയില്ല. ഇതായിരുന്നു ആ പോലീസുകാരൻ്റെ മറുപടി. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ അക്കാര്യം അറിയിക്കുന്നതിനാണോ കള്ളന്മാർ മോഷ്ടിച്ച ഫോൺ പോലീസുകാരന് കൊടുത്തത് എന്ന് അന്വേഷണ സംഘത്തിന് സംശയം തോന്നി. അതോടെ അവർ അപകടം തിരിച്ചറിഞ്ഞു. അവർ നാട്ടുകാരായ ചിലരോട് രഹസ്യമായി കാര്യങ്ങൾ തിരക്കി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചിലർ വില കൂടിയ കുറേ ഫോണുകൾ സഞ്ചിയിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നത് കണ്ടതായും അവർക്ക് ചില പോലീസുകാരുമായി ബന്ധമുള്ളതായും നാട്ടുകാർ പറഞ്ഞു. ബംഗാളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജൗരിയയിൽ മോഷണം പോയ ഫോൺ ഉപയോഗിക്കുന്ന 25 പേരുടെ മേൽവിലാസങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അന്വേഷണ സംഘം ആ മേൽവിലാസക്കാരുടെ വീടുകളിലെത്തി. ചിലർ മോഷ്ടിച്ച ഫോണുകളാണെന്ന് അറിയാതെ വാങ്ങിയതായിരുന്നു. അവരോട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഫോണുകൾ മടക്കി നൽകാൻ തയ്യാറായി. അത് വാങ്ങിയ ശേഷം അവരെ പോലീസ് ഒഴിവാക്കി. അപ്പോഴും 10 പേരെ കണ്ടെത്താനായില്ല. ഈ മേൽവിലാസത്തിലുള്ളവർ ജൗരിയ ഗ്രാമവുമായി ബന്ധമുള്ളവരാണെന്ന് മനസ്സിലായി പോലീസിന്. അങ്ങനെ പോലീസ് അന്വേഷിച്ചിറങ്ങുമ്പോഴേക്കും ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകും. പിന്നീട് ഓണാകുന്നത് ദൂരെയുള്ള മറ്റെവിടെയെങ്കിലും വെച്ചായിരിക്കും. ഗ്രാമത്തിനകത്തേക്ക് കയറാൻ പോലും കഴിയില്ല. അവിടെയുള്ളവർ കല്ലുകളും വടികളുമായി പോലീസിനെ ആക്രമിക്കും. അങ്ങനെ അന്വേഷണ സംഘം കൽക്കട്ട കേഡറിലുള്ള മലയാളിയായ ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ സഹായം തേടി. ഇദ്ദേഹം ഇടപെട്ടതിനു ശേഷമാണ് അവിടുത്തെ പോലീസ് കുറച്ചെങ്കിലും സഹകരിക്കാനും സഹായിക്കാനും ഒക്കെ തയ്യാറായത്. കേരളത്തിൽ നിന്ന് വളരെയേറെ വ്യത്യാസമുള്ള ഇടമാണ് പശ്ചിമ ബംഗാൾ. ഒരിക്കലും കേരളവുമായി താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. ഒരിടത്ത് അന്വേഷണം നടത്തണമെങ്കിൽ ഭരണകക്ഷിയുടെ പ്രാദേശിക ഓഫീസിൽ നിന്ന് അനുവാദം വാങ്ങണം. അതാണ് സ്ഥിതി. എന്തായാലും അനുമതി വാങ്ങാനായി അന്വേഷണ സംഘം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലെത്തി. ആരെയാണ് അന്വേഷിച്ചു വന്നതെന്ന് ഓഫീസിലുള്ളവരുടെ ചോദ്യം. തങ്ങൾ അന്വേഷിക്കുന്നവരുടെ മേൽവിലാസം പോലീസ് അവർക്ക് കൊടുത്തു. ശരി, ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാം. ഇതായിരുന്നു അവരുടെ മറുപടി. പിന്നീട് ഈ നേതാക്കന്മാരുടെ ഫോണുകളും സ്വിച്ച് ഓഫായി.
അതായത് കള്ളന്മാർ സമ്മാനമായി കൊടുത്ത ഫോണുകളായിരുന്നു അവരും ഉപയോഗിച്ചിരുന്നത്. ഈ വിവരം അവിടുത്തെ ആളുകളിൽ ചിലരൊക്കെ അറിഞ്ഞു. അതോടെ കള്ളന്മാരെ പിടിക്കാനെത്തിയ കേരള പോലീസിനെ സഹായിക്കാൻ ജൗരിയയിലെ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തയും പ്രാദേശിക മാധ്യമങ്ങളിൽ വന്നു. പ്രാദേശിക മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ തൃണമൂൽ നേതാക്കളുടെ ഓഫായ ഫോണുകൾ ഓണായി. അവരിൽ ചിലരൊക്കെ അന്വേഷണ സംഘത്തിനെ തേടി ഇങ്ങോട്ട് വന്ന് സഹായിക്കാമെന്ന് അറിയിച്ചു. അങ്ങനെ അവരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ കുറച്ച് ഫോണുകൾ കണ്ടെടുക്കുകയും ഇംതിയാജ് എന്ന 22-കാരൻ കള്ളനെ പിടികൂടുകയും ചെയ്തു. ബംഗാളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇംതിയാജിൻ്റെ ഫോണിൽ നിന്ന് മൂവാറ്റുപുഴയിലെ 2 ഫോണുകളിലേക്ക് കോളുകൾ വരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇംതിയാജിനെ പിടികൂടിയ വിവരം അറിഞ്ഞാൽ മൂവാറ്റുപുഴയിലുള്ളവർ രക്ഷപ്പെടുമെന്ന ആശങ്ക പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിവരം രഹസ്യമാക്കി വെച്ച് മൂവാറ്റുപുഴയിലുള്ളവരെ നിരീക്ഷിച്ചു. താമസിയാതെ അവരെയും പിടികൂടി. ആജാദ് അൻസാരി, മുഹമ്മദ് അലി എന്നിവരാണ് മൂവാറ്റുപുഴയിൽ പിടിയിലായത്. അൻസാരി നാട്ടിലും ചില മോഷണക്കേസുകളിലെ പ്രതിയായിരുന്നു. മൂവാറ്റുപുഴയിൽ മോഷണം നടത്തേണ്ട കടകൾ കണ്ടെത്തിയത് ഇയാളാണ്. കടകൾ കണ്ടെത്തിയതിനു ശേഷം നാട്ടിൽ നിന്ന് സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി. മോഷണം നടത്തിയതിൻ്റെ അന്നു തന്നെ മോഷ്ടിച്ച മൊബൈൽ ഫോണുകളുമായി കള്ളന്മാർ ബംഗാളിലേക്ക് പോയി. ആ ഫോണുകൾ അവിടെ വിറ്റഴിച്ചതിനു ശേഷം വീണ്ടും മൂവാറ്റുപുഴയിൽ എത്തിയാണ് കച്ചേരി താഴത്തുള്ള കടയിൽ മോഷണം നടത്തിയത്. കേരള പോലീസ് ജൗരിയയിലേക്ക് എത്തിയ സമയത്തു തന്നെ ഇവരെ തേടി ഹരിയാന പോലീസും അവിടെ എത്തിയിരുന്നു. പ്രതികളെ കേരള പോലീസ് പിടികൂടിയതോടെ ഹരിയാന പോലീസിന് വെറും കൈയോടെ തിരിച്ചു പോകേണ്ടിയും വന്നു.